നമസ്കാരം. ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവ് CPM വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധമാണ് ഇതിലൂടെ അവസാനിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാൾ തന്നെയായിരുന്നു ജി സുധാകരൻ എക്കാലത്തും. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജി ഭുവനേശ്വരൻ 1977 പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ആളാണ്. SFI നേതാവായിരുന്ന ജി ഭുവനേശ്വരൻ KSUക്കാരുടെ മർദ്ദനമേറ്റാണ് അന്ന് മരിച്ചത്. മാത്രമല്ല ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ആഴത്തിൽ വായനയും മറ്റ് വിജ്ഞാനവും ഒക്കെ തന്നെയുള്ള വളരെ അറിവുള്ളൊരു മനുഷ്യൻ കൂടിയായിരുന്നു. മാത്രമല്ല എല്ലാ കാലത്തും പാർട്ടി നിലപാടനുസരിച്ച് മാത്രം നീങ്ങുന്ന ഒരാൾ തന്നെയായിരുന്നു ജി സുധാകരൻ. ഇന്ന് വാർത്താ സമ്മേളനം ആരംഭിച്ചപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ജി സുധാകരൻ്റെ സംസാരം കേട്ട പലരും കരുതിയിരുന്നത് ജി സുധാകരൻ മത്സരിക്കുകയില്ല, പാർട്ടിക്ക് വഴങ്ങി അദ്ദേഹം എല്ലാ മത്സരിക്കാനുള്ള തീരുമാനങ്ങളും ഉപേക്ഷിച്ച് സ്വസ്ഥനായിരിക്കുമെന്നാണ്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പിന്നീട് സതീഷ് ചെറിയാനെ വിമർശിക്കുന്നു, പാർട്ടി നേതാക്കളെ വിമർശിക്കുന്നു. യുവതലമുറയിൽപ്പെട്ട പലരും തൻ്റെ അച്ഛന് പറഞ്ഞതുവരെ അദ്ദേഹം വളരെ വേദനയോടുകൂടി വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. പിന്നീടാണ് താൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ജി സുധാകരനെ പോലെയുള്ള ഒരാൾ ആലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അത് ഈ ജില്ലയിലെന്ന് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ വിവിധ മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഭയന്നു തന്നെയാണ് ഇന്നലെ പാർട്ടിയുടെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ജി സുധാകരനെ ബന്ധപ്പെട്ട് ഇന്ന് വാർത്താ സമ്മേളനം നടത്തരുത് എന്നും കടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കരുത് എന്നും ആവശ്യപ്പെട്ടത്. ജി സുധാകരൻ എല്ലാ കാലത്തും വളരെ കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അഴിമതി ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. CPM നേതാക്കളിൽ പഴയ തലമുറയുടെ അതേ ജീവിത രീതി പിന്തുടർന്ന് ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ഏറ്റവും കുറച്ച് വിമാന യാത്ര നടത്തിയതും അതുപോലെ ഔദ്യോഗിക വസ്തി മോടി പിടിപ്പിക്കാൻ ഏറ്റവും കുറഞ്ഞ തുക ചിലവഴിച്ചതുമൊക്കെ തന്നെ സുധാകരനായിരുന്നു. മറ്റു പലരും വീടിൻ്റെ ഗേറ്റ് വരെ മാറ്റി പണിയാൻ ലക്ഷങ്ങൾ അന്ന് ചിലവാക്കിയ കാലത്ത് ജി സുധാകരനാകട്ടെ വളരെ തുച്ഛമായ തുകയാണ് വീട് മെയിൻ്റനൻസിന് വേണ്ടി അനുവദിക്കാനായി ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അത്രയും ലളിത ജീവിതം നയിച്ചിരുന്ന എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അത് പക്ഷേ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ സംവിധാനം അനുസരിച്ച് പാർട്ടി നേതാക്കളൊക്കെ അദ്ദേഹത്തെ തള്ളിപ്പറയുമായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എക്കാലത്തും വളരെ സത്യസന്ധനായ ആദർശവാനായ കരുത്തനായ ഭരണാധികാരിയായി തന്നെ അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ജി സുധാകരൻ തൽക്കാലം താൻ ആരുടെ പിന്തുണ തേടുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഒരുപക്ഷെ UDF അദ്ദേഹത്തിന് പിന്തുണയ്ക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ചരിത്ര സംഭവമായി മാറുകയും ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ KR ഗൗരിയമ്മ CPMൻ്റെ കരുത്തുറ്റ നായികയായിരുന്ന അവർ പിൽക്കാലത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് മന്ത്രിയായതുപോലെ നാളെ UDF സർക്കാർ വരികയും ജി സുധാകരൻ വിജയിച്ചെത്തുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം UDFിലെ ഒരു മന്ത്രിയായി മാറുന്ന ഒരവസ്ഥ പോലും നാളെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ആലപ്പുഴ ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 9 നിയമസഭാ മണ്ഡലങ്ങളിലും സുധാകരൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം വലിയ തോതിലുള്ള പ്രതിസന്ധി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ യാതൊരു തർക്കവുമില്ല. കാരണം എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് അതിശക്തമായ തോതിൽ അനുയായികളുണ്ട്. ആഴത്തിൽ വേരോട്ടമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ചു, അതായത് ജില്ലാ പഞ്ചായത്തിന് മുന്നോടിയായുള്ള ജില്ലാ കൗൺസിൽ രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ ആലപ്പുഴ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കേരള സർവകലാശാല അദ്ദേഹം പലതവണ സിൻഡിക്കേറ്റ് അംഗമായിരുന്നിട്ടുണ്ട്. 10 വർഷം മന്ത്രിയായിരുന്നു. VS മന്ത്രിസഭയിലും ആദ്യ പിണറായി മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായിരുന്നു. ദീർഘകാല MLA ആയിരുന്നു. താൻ വ്യാപരിച്ചിരുന്ന മേഖലകളിലൊക്കെ തന്നെ തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് തന്നെയായിരുന്നു ജി സുധാകരൻ. അതുതന്നെയാണ് ഒരുപക്ഷെ CPM നേതാക്കൾക്ക് അവരുടെ കണ്ണിലെ കരടായി ജി സുധാകരൻ മാറാൻ കാരണവും. പലരുടെയും പ്രായപരിധിയുടെ പേര് പറഞ്ഞ് തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ സുധാകരൻ എല്ലാ കാലത്തും എതിർത്തിരുന്നു. അതേസമയം ഇത് പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർക്കൊന്നും തന്നെ ഈ പ്രായപരിധി ഒരു ബാധകമല്ലാതെ പോകുന്നതും വേറെ ഒരു ഭാഗം നേതാക്കളെ പ്രായപരിധിയുടെ പേരിൽ മാറ്റി നിർത്തുന്നതുമൊക്കെ തന്നെ ശരിയായ നടപടിയല്ല എന്ന് അദ്ദേഹം ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ പല നേതാക്കന്മാരും ജി സുധാകരനെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ യുവതലമുറയിൽപ്പെട്ട നേതാക്കളെ കൊണ്ട് വളരെ മോശമായ ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നത് തുടർന്നിരുന്നു. മാത്രമല്ല ഇന്ന് ജി സുധാകരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടില്ല. മന്ത്രിയായിരുന്ന കാലത്ത് നല്ല കാര്യങ്ങൾ മാത്രവുമല്ല പിന്നീടും താൻ പറഞ്ഞ കാര്യങ്ങൾ പലതും അവർ അത് ഒഴിവാക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഏതായാലും ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള നാളുകൾ പോരാട്ടത്തിൻ്റേതായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അവർ പാർട്ടി വിട്ടു പോകുന്നവരെ പിന്നാലെ നടന്ന് വേട്ടയാടി ക്രൂരമായവരെ പീഡിപ്പിക്കുന്നവരെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുമായിരുന്നുവെങ്കിലും ഇപ്പോൾ മാറിയ കാലഘട്ടത്തിൽ അതിനൊന്നും അവർ മുതിരാനുള്ള സാധ്യതയില്ല. KR ഗൗരിയും MV രാഘവനും ഒക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ കാലഘട്ടവുമല്ല ഇപ്പോഴുള്ളതെന്നുള്ള കാര്യം അവർ ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയൊക്കെ തന്നെ
ജി സുധാകരനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും തൻ്റെ നിലപാടിൽ നിന്ന് മാറുന്ന ഒരാളല്ല എന്നുള്ളതാണ് സുധാകരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തനിക്ക് പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിക്കൊണ്ടും പറയാനുള്ള ആർജവും തൻ്റെ ഇടവും എക്കാലത്തും കാണിച്ചിരുന്ന ഒരു ജനനേതാവ് തന്നെയായിരുന്നു ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് CPM വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 6 പതിറ്റാണ്ട് ആലപ്പുഴ ജില്ലയിൽ ചൂട് ഊന്നി നിന്ന് പ്രവർത്തിച്ച് ആഴത്തിൽ വേരോട്ടമുള്ള ഒരു നേതാവാണ് ഇപ്പോൾ പാർട്ടിക്ക് നഷ്ടമാകുന്നത് അതിൻ്റെ പ്രത്യാഘാതം പാർട്ടി അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി അണികൾ പോലും കരുതുന്നത്.